അല്ലേ പിന്നെ 125 ആളുക, 2 ബസ്, 3 കാറൊക്കെ ആയിട്ട് കൊണ്ടുവന്ന സാധനമാണ് ആ ചുമല നൈറ്റിട്ട് നിൽക്കണത്. കണ്ടില്ല? കണ്ടോ? ആ 3 മാസമായി എല്ലാവരും വേണ്ടിയിട്ട്. ഞാൻ ആലോചിച്ച എൻ്റെ സൂര്യഭഗൻ ഇതെന്താണ് എന്നാലും ഇങ്ങനെ കാണി, നീ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അറ്റമിക്കണുണ്ടല്ല. ഈ കൊച്ചിന് നല്ല ബുദ്ധി തോന്നാത്ത എന്താന്ന് അങ്ങനെ ഇരിക്കണ അവള് മിനിഞ്ഞാവുന്ന എന്നോട് പറയണ അമ്മ കണിക്കുളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയേറി നമുക്ക് ഉണ്ട പുഴുങ്ങാൻ പോകാം. ഇത് കേട്ടപ്പം മനസ്സിനൊരു സന്തോഷം കുളിരും. ഇത് കേട്ട് ഞാൻ ആലോചിച്ച എൻ്റെ സൂര്യഭഗവാനെ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിയില്ലാന്ന്. എൻ്റെ സെറ്റുമുണ്ട് കഞ്ഞോളത്തിൽ മുക്കി തെക്കേ അഴയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. അത് കാരണം ഇത് ഉച്ച കഴിഞ്ഞപ്പോൾ ഉണങ്ങി വിറകു പൊള്ളി പോലെ. അപ്പോഴാണ് ജാന്ത എന്നോട് പറഞ്ഞ പിന്നെ അവിടെ കുടുംബശ്രീയുടെ കാശ് കൊണ്ട കൊടുക്ക്, ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞ. അപ്പം ഞാനിതും കൊണ്ട് അവിടെ കൊണ്ടുവന്ന അവിടെ മകള് പ്രസവിച്ച് കിടക്കായിരുന്നു. വർത്താനം പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല. ഞാനിവിടെ വന്നപ്പോൾ അവ ചോദിച്ചു ഇത് ഇവിടെ പോയിരിക്കും. ഞാൻ പറഞ്ഞു നീ പറഞ്ഞിട്ട് അറിയാ കാശ് കൊടുക്കാൻ കുടുംബശ്രീ പോയി. എന്ത് പറ്റി ഇപ്പം? അത് നിങ്ങളുടെ ഇളയ മരുമക ചെങ്ങൻ്റെ നിന്ന് പുപ്പനും പെണ്ണും പിള്ളയും കൂടെ ഓട്ടായി വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ട പുഴുങ്ങാൻ കണിച്ചോളം ഇങ്ങനെ പോയത്. ഇത് കേട്ടപ്പോൾ എനിക്ക് അരിശോക്ക് അങ്ങോട്ടും കൂടെ വന്ന് അവിടെ ഇരുന്ന ജഗീരി ഞാൻ മൊത്തം പിരിച്ചത്. ആ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുനെല്ലൂരിന്ന് സഹദേവൻ അവൻ്റെ മക്കളുമായിട്ട്, അവൻ്റെ മകൻ പട്ടാളത്തിലാണ്, പുതിയ കാറ് മേടിച്ച് ടാറ്റാസുമം. അതേ വന്നേച്ച് എന്നോട് പറഞ്ഞു വാ അമ്പലത്തിൽ പോകാൻ കുഞ്ഞമ്മ. ഞാൻ പറഞ്ഞു ഞാനെങ്ങും വന്നില്ലെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാനാര് വിളിക്കണമെന്ന് പറഞ്ഞു. ഇവൻ നിർബന്ധിച്ചപ്പോ ആ ഈ തെറ്റുമുണ്ട്, തേച്ചൊന്നുമില്ല. അതേപടി ഞാൻ എടുത്തിട്ട് ഞാൻ കിഴക്കാട്ട് തിരിഞ്ഞാൽ പടിഞ്ഞാട്ട് നോക്കിയിരിക്കും. അങ്ങനെ ഇവരുടെ കൂടെ ഞാൻ പോയി. അവരേലും മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നു. പക്ഷേ എനിക്കൊരു അവസ്ഥം പറ്റി, കൊതുമ്പെടുക്കാൻ മറന്നു. ആ അങ്ങനെ നമ്മുടെ ശങ്കരൻ്റെ മകളെ കട്ടോണ്ട് പോയി ആ പൂക്കറക്കണ്ണൻ ചെറുക്കൻ അവിടെ കട നടത്തണുണ്ടായിരുന്നു. ഇത്രയുള്ള കൊതുമ്പിന് 10 രൂപ മേടിക്കാതെ വിട്ട. ആ 5-6 മേടിച്ച് എന്നിട്ട് കയറി കത്തിച്ചിട്ടാണ് തീയും പിടിക്കാനില്ല. അവസാനം ഞാൻ എന്ത് ചെയ്ത് അവിടെ കിടന്ന് കുറെ കടലാസ് കഷണോ പൊട്ടിയ ഓലപ്പടക്കത്തിൻ്റെ ഓലയൊക്കെ ഉണ്ടായിരുന്നു. വാരിട്ട് കത്തിച്ചപ്പോൾ തീ നല്ല പോലെ പിടിച്ചടി. ഇച്ചിരി ഒക്കെ കാലമ്പോകളിൽ പോണതുകൊണ്ട് ആളുകൾ ഓർഡർ ചെയ്യും. ഞാനാർക്ക് ഇതെന്താണ് എല്ലാം ഓടണം എന്നതാണ്. ഇതിനകത്ത് ഏതാണ്ട് ഗുണ്ട ചെണ്ട ഏതാണ്ട് പൊട്ടാതെ കിടന്നു. അല്ലെ കാലമ്പോകളിൽ പോയച്ചും വന്നപ്പോ പത്മാഷിയുടെ കിറി പോലെ ഇരുന്ന് കാലം. പിന്നെ ആളുകൾ പിരിവിട്ട് വന്നിട്ടാണ് പൊടിയും കലൊക്കെ മേടിച്ച് ഉണ്ട പുഴുങ്ങിയേച്ചും വന്നത്. ഇതൊക്കെയാണ് എന്റെ മരുമക്കൾ. അയ്യോ ശ്വാസം ഇല്ല വെള്ളം വേണോ? ഓക്കെ താങ്ക് യു.